ഹലോ ഗായ്സ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പനി ആയിരുന്നു, അതൊക്കെ കുറഞ്ഞിപ്പം ഒരു ഇച്ചിരി ഇപ്പോഴും പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. എല്ലാവരും ചോദിക്കണം എന്ത് വീഡിയോസൊക്കെ അപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല പൊതുവെ വീഡിയോ ചെയ്യാൻ. എന്ന് വെച്ചാൽ ഓൾറെഡി കുറേ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള മടിയും ഇവിടുത്തെ സമയം, പിന്നെ നമ്മളാണ് കുക്ക് ചെയ്യണതൊക്കെ. അപ്പോൾ അതൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം കൂടി ഒരു താറുമാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ മാസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലൊക്കെ പോയാലോ? ആയോ? കുറേ നാളത്തെ ആഗ്രഹമാണ് ഗുരുവായൂർ പോകണം. ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഈ അടുത്ത് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാകാം പോണതിന് മുന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഞാൻ ഫാർമസിയിൽ പോയിട്ട് മെഡിസിൻ വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പം അമ്മ നേഴ്സായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാനും ഇടാനും ഒക്കെ അറിയാമല്ലോ. അപ്പം പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് ഈ മെഡിസിൻ ഇടുന്നത്. അപ്പം അങ്ങനെ ഒരു പാരസെറ്റാമോളിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ അന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അപ്പനും അമ്മയും ഞാനും ഒക്കെ കൂടി അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർ ഇൻ്റർസിറ്റി ഒരു 8 മണിയാണെന്ന് തോന്നുന്നു. എനിക്കിതിൽ ഒരു ഉറപ്പ് പറയാം, സമയങ്ങളും സ്ഥലങ്ങളൊക്കെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം 1.5 മാസം 2 മാസം മുന്നുള്ള വീഡിയോ ആണ്. എനിക്ക് ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞാനും അമ്മയും പപ്പയും കൂടി അമ്പലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി. ഒട്ടും വയ്യായിരുന്നു, നല്ല വീക്കായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ചത് ഈ കുട്ടീനെയൊക്കെ കണ്ട് ഇങ്ങനെ കുറേ കൂട്ടുകാരൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. അത് കഴിഞ്ഞപ്പം നമുക്ക് ആവശ്യത്തിന് സീറ്റൊക്കെ ഇങ്ങനെ ഇരുന്നും കടന്നും ഒക്കെ പോകാനുള്ള പാകത്തിന് സീറ്റൊക്കെ കിട്ടി. പപ്പയും അമ്മയും ഞാനും ഒക്കെ സുഖമായിട്ട് അങ്ങോട്ട് ഇരുന്നു. ഇടയ്ക്ക് കൂപ്പൊക്കെ കാലിയാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ നല്ല ഉറക്കം ഉറങ്ങി. എനിക്കങ്ങോട്ട് ഉറങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, കുറേ നാൾ ആഗ്രഹിച്ചിരുന്നുള്ള പോക്കായിരുന്നു. അങ്ങനെ ഗുരുവായൂർ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കുറേ വീഡിയോസ് തപ്പി ഒരു സ്റ്റേ കണ്ടുപിടിക്കണം എന്നായി. അങ്ങനെ എനിക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എപ്പോഴോ കണ്ണടഞ്ഞു പോയി, അല്ലാതെ നല്ലൊരു ഉറക്കം ഉറങ്ങാൻ എനിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ പുറത്തിറങ്ങി ഗൂഗിളിൽ നോക്കി 2-3 സ്റ്റേയിൽ ചെന്നപ്പോൾ ഒരു ഭയങ്കര വില പറഞ്ഞു കേട്ടോ. അല്ലാതെ നോക്കിയപ്പോൾ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്കൊരു സ്റ്റേ കിട്ടി. അത്യാവശ്യം നല്ലതാണെന്ന് എനിക്ക് പുറമേ നിന്ന് കണ്ടപ്പോൾ തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. നല്ലൊരു റൂമായിരുന്നു. നല്ല മടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ മടിച്ച് പോയി ചൂടുവെള്ളത്തിൽ പോയി കുളിച്ചു. ഞാൻ സമയമോ സന്ദർഭമോ ഒന്നും നോക്കിയില്ല. നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ രാവിലെ അങ്ങോട്ട് പോയി ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കി. വെളുപ്പിന് 3 മണി സമയമായി. ഒരബദ്ധം കാണിച്ചു എന്ന് വെച്ചാൽ നേരെ ഹീറ്ററിലെ വെള്ളത്തിൽ പോയി കുളിച്ചു. ഒരാവശ്യമില്ലായിരുന്നു. പച്ചവെള്ളത്തിൽ കുളിച്ചാൽ ഇത്രയും തണുപ്പ് വരത്തില്ല. ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോഴത്തേക്കും ഉള്ളിലുള്ള ഇതും കൂടി അങ്ങോട്ട് സ്റ്റിമുലേറ്റായി. ഭയങ്കര ചൂട്. 3:30-ക്കത്തെ നിർമ്മാല്യമല്ല, 4 മണിക്കത്തെ നിർമ്മാല്യമാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ ഇവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം 3:30-ക്കാണ്. അതുകൊണ്ട് അത് കൂടാൻ പറ്റില്ല. വീടല്ല, എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ പ്രപ്പ് നോക്കുക, നമ്മളെല്ലാ സാധനങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്ത് ഞാൻ അത്യാവശ്യം പൊട്ടിയടിച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഞാൻ രാവിലെ തൊഴാൻ വേണ്ടി ഒരുങ്ങി. പപ്പയും ഒരുങ്ങി, അമ്മയും ഒരുങ്ങി. പപ്പ പറയുന്നത് അമ്മയ്ക്കും മോൾക്ക് നല്ല ഒരുക്കമാണ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരുങ്ങിയ ഞാൻ കുറേ ഫോട്ടോ എടുക്കുന്നതെന്നും പറഞ്ഞുള്ള പരാതിയും കാര്യങ്ങളുമായിരുന്നു. ഞാൻ സത്യത്തിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അത് പപ്പേനെ കാണിക്കുമ്പോഴത്തേക്കും പപ്പയുടെ ദേഷ്യം വരുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് വേറെ. അങ്ങനെ ഈ ഡ്രസ്സായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഫുൾ ഫ്ലെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഇത് ഏത് നടയാണ്, കിഴക്കേ നടയോ പടിഞ്ഞാറേ നട, എനിക്ക് അന്ന് നടയൊക്കെ നല്ല ഓർമ്മയുണ്ട്, ഏത് നടയിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. അവിടെ വെച്ച് വലിയ യാദൃശ്ചികമല്ലെങ്കിൽ പോലും യാദൃശ്ചികമായിട്ട് ജിഷ്ണു ചേട്ടനെയും കുടുംബത്തിനെയും കാണാനിടയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ഞാൻ വരുമെന്ന് പറഞ്ഞു.
പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ രാവിലെ ആ വെളുപ്പിന് സമയത്ത് ഈ കുഞ്ഞതും വലുതും ഒക്കെ ആയിട്ട് ചേച്ചിയും ചേട്ടനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, പക്ഷേ കുഞ്ഞിപ്പെണ്ണെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണും. ഇവന് 1 വയസ്സും 1 മാസമൊക്കെ ആയിട്ടുള്ളൂ ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു. എനിക്ക് അവനെ തറയിൽ ഇറക്കാനേ തോന്നിയില്ല. അവനില്ലേ ഇങ്ങനെ നമ്മൾ എങ്ങനെ മോനെ ദേഷ്യപ്പെടണമെന്ന് ചോദിക്കുമ്പോൾ അവൻ കണ്ടോ ഇങ്ങനെയാണ് അവൻ കാണിക്കണം, കൃത്യമായിട്ട് കാണിക്കുക. എങ്ങനെ അവനെ ദേഷ്യപ്പെടണമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതേപോലെ തോൾ ഇങ്ങനെ ആക്കി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണും ഞാനും ചേച്ചിയും ചേട്ടനും അമ്മയും അച്ഛയൊക്കെ കൂടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ കുറച്ച് ഇങ്ങനെ ഈ മഞ്ചാടി ധന്യാക്കച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ ഇങ്ങനെ മഞ്ചാടിയിലിരിക്കണ ഒരു ഇത് കൊണ്ടുവരണേന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അമ്മയും പപ്പയും ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കണം. രാവിലെ സമയമായില്ലേ, എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരും വെളുപ്പിന് സമയത്ത് വന്നതല്ലേ, അപ്പോൾ അവരും ഒക്കെ ആയിട്ട് പോയി രാവിലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ജിഷ്ണു ചേട്ടനാണെങ്കിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണിച്ച് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കോല ഇങ്ങനെ ഇട്ടേക്കല്ല. അപ്പോൾ ഞാൻ പറയില്ല, ഞാൻ ഇടും, എന്തായാലും ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മളെല്ലാം കഴിച്ചു. എനിക്കൊന്ന് ഇഡലിയാണ് നമ്മൾ കഴിച്ചത്. എല്ലാവരും ഇഡലിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പപ്പയും അമ്മയും കൂടി നേരെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയും ചേട്ടനും എന്നോട് പറഞ്ഞു ആ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വീട് അടുത്താണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 4-5 ആൾ കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു തൃശ്ശൂരുള്ളൊരു ബീച്ച് ചാവക്കാട് എന്ന് പറയുന്നൊരു ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആദ്യം ബീച്ചിലേക്ക് പോയി. ഞാൻ ഈ അലുക്കുലത്ത് കമ്മലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് രാജപ്പാട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാട്ടോ ബീച്ചിലേക്ക് വന്നത്. അപ്പോൾ രാവിലെ സമയത്ത് അധികം ആളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. കുറച്ച് റിഫ്രഷിങ് ആയി. നല്ല രസമായിരുന്നു അവിടെ കാണാനും ഒക്കെ. പെണ്ണും വാവയും ചേച്ചിയും ഞാനും ചേട്ടനും ഒക്കെ ആയിട്ട് അവിടെ കുറച്ചേറെ നേരം ഇരുന്നു. ഞങ്ങളുടെ മെയിൻ പരിപാടി ഇവൻ്റെ കുറച്ചേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്നായിരുന്നു. ഇവൻ്റെ കളിയും ചിരിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇവൻ നല്ല ജോളിയായിരുന്നു. എന്നെ കണ്ടപ്പോഴും ഞാനുമായിട്ട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ കയ്യിരുന്നൊക്കെ ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ചേട്ടൻ ഓൾറെഡി ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയിട്ട് വന്ന് ഭയങ്കര ക്ഷീണിച്ച് കിടക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ ഉറങ്ങിയെടുത്ത് ഇവൻ ചെന്നിട്ട് ഇങ്ങനെ വെളിച്ചുണർത്താൻ നിൽക്കുക, അച്ഛേ എന്ന് പറഞ്ഞ് ഇവൻ പുറകെ നടക്കായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചേച്ചി നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കി തന്ന്. സമയം തീരെ ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകണമായിരുന്നു, അതായത് മലപ്പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ പപ്പയും അമ്മയും ഞാനും കൂടി കുറേ നാൾക്ക് ശേഷം ഒരുമിച്ച് ബസ്സിൽ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പപ്പ അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും ഇഷ്ടമില്ല, എന്നാലും എൻ്റെ ഒരു നിർബന്ധപ്രകാരം പപ്പ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഒരു ബിരിയാണി, മലപ്പുറം ബിരിയാണി കഴിച്ചു ഗൈസ്. എൻ്റെ അമ്മേ ഒരു പെട്ടക്കം ബിരിയാണി, ഒന്നും പറയാനില്ല. ചെറിയ അരിയുടെ ഒരു നല്ല ബിരിയാണി കഴിച്ചു. പിന്നെ നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോയി. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.